എവ്രിവൺ, വെൽക്കം ബാക്ക് ടു വർക്ക് വിത്ത് ദിവ്യ. സോ ഇന്ന് നമ്മൾ ഇടുക്കിയിൽ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. വർഷത്തിൽ 1-2 വട്ടമാണ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് പോവാറ്. ആൻഡ് ഇറ്റ്സ് ദാറ്റ് ടൈം ഓഫ് ദി ഇയർ. സോ ലെറ്റ്സ് മീറ്റ് ഇൻ ബിറ്റ്വീൻ. നമ്മളപ്പോൾ മാക്സിമം പ്ലാസ്റ്റിക്കിന്റെ യൂസ് കുറയ്ക്കും അല്ലേ? നിർത്തിയെന്നല്ല, നമ്മൾ മാക്സിമം അത് കുറച്ചു. നമ്മുടെ മെയിൻ ടോപ്പിക്സ് ഓഫ് കോൺവെർസേഷൻ പൊളിറ്റിക്സും സോഷ്യൽ ഇഷ്യൂസും ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കും. ആൻഡ് ഇന്ന് അത് പ്ലാസ്റ്റിക്കിന്റെ ഓവർ യൂസ് ആയിരുന്നു. ഇത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. എനിവേസ്, നമ്മൾ കഥയൊക്കെ പറഞ്ഞ് പയ്യെ തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ സ്ഥലമെത്തി. ഇപ്പം തന്നെ പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ടുമോറോ. ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ അമ്പലത്തിലെ വണ്ടിയൊക്കെ പൂജിച്ചതിന് ശേഷം അടുത്തുള്ള അട്ടിക്കുളം എന്നൊരു അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നതാണ്. ഈ അമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചുറ്റിനും നല്ല കാടും എൻ്റെ നടുവിലായിട്ടൊരു ബ്യൂട്ടിഫുൾ അമ്പലവും. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു മെഡിറ്റേറ്റീവ് ഫീലാണ്. I have no words to express how much I love such places. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നമുക്ക് ക്ലോസ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ വിസിറ്റ് ചെയ്യുക, ആൻഡ് അമ്മച്ചിയുടെ വീട്ടിലൊന്ന് പോവുക. ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് മുമ്പുള്ള മെയിൻ അജണ്ട. എൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു മേജർ പോർഷൻ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. പ്രത്യേകിച്ചും ഈ വഴിയിലൂടെയൊക്കെയാണ് ഞാൻ ബസ്സിൽ ഒരു 8 വർഷക്കാലം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് പ്ലേസ് ഇസ് സോ നൊസ്റ്റാൾജിക് ഫോർ മീ. ഇതിലൂടെയൊക്കെ പോകുമ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ടൈം ട്രാവൽ ചെയ്യുന്ന ഫീലാണ്, which is so special. സോ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളൊക്കെ റാപ്പ് ചെയ്ത് നമ്മൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴി മൂന്നാർ കയറി ഇറങ്ങി പോവാന്ന് വിചാരിച്ചു. ബിക്കോസ് അമ്മ ചേച്ചിക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ടാവും. സോ ശേഷം മൂന്നാറിൽ. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കൊച്ചു കൊച്ചു പവർ ഹൗസുകളും ഡാമുകളും ഒക്കെയാണ്. ചിലതൊക്കെ എനിക്ക് ഫെമിലിയർ ആണ്. മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്നൊന്നും എനിക്ക് അത്ര ഫെമിലിയർ അല്ല. എന്നാൽ കണ്ണനൊക്കെ ആണെങ്കിൽ വഴിയും നല്ല നിശ്ചയമുണ്ട്, അതിനോട് ചേർന്നുള്ള പരിസരങ്ങളെ പറ്റിയും നല്ലൊരു ബോധ്യമുണ്ട്. ഒരു കൊച്ചു ഗൂഗിൾ മാപ്പ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. എനിവേസ്, നമ്മൾ മൂന്നാറിൻ്റെ ആ ഒരു എസ്തെറ്റിക് ബൗണ്ടറിയിലേക്ക് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് സ്ഥലങ്ങൾക്കൊക്കെ ഒരു മൂന്നാറുമായി. ഞാൻ ആക്ച്വലി പോകുന്ന ആ ഒരു ഡെസ്റ്റിനേഷനേക്കാൾ കൂടുതൽ ആ ഒരു പാത്ത് എൻജോയ് ചെയ്യുന്ന ആളാണ്. ആൻഡ് ഇത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. കാരണം ദ പാത്ത് ഇസ് സോ ബ്യൂട്ടിഫുൾ. നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എൻട്രി ചെയ്യാണ്. ദാ ആ ഇരിക്കുന്ന ഒരു ആനയെ കണ്ടു. അത് ഫുൾ വേസ്റ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയതാട്ടോ. ഇങ്ങോട്ട് എത്തിയപ്പോൾ തൊട്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാശ്മീർ ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ് മൂന്നാർ അറിയപ്പെടുന്നത്. ആൻഡ് ദാറ്റ്സ് സോ ട്രൂ. ടീ പ്ലാന്റേഷൻസ് ആണ് മെയിൻ ഹൈലൈറ്റ് എങ്കിലും മൂന്നാർ ടൗണിലേക്ക് വരുമ്പോൾ അതിനെ ഡിഫറെൻ്റ് ആക്കുന്നത് അടങ്ങിയിരിക്കുന്ന കൊച്ചു കൊച്ചു കടകളും ക്രൗഡഡ് ആയിട്ടുള്ള സ്ട്രീറ്റും അവിടെ ഇവിടെയായിട്ട് തലയുയർത്തി നിൽക്കുന്ന കുറേ റിസോർട്ടുകളും ഒക്കെയാണ്. എനിവേസ്, നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ഒരു കുട്ടി ചായക്കടയാണ്. ഇവിടെ നല്ല ചൂടുവട ഇതിനു മുമ്പും കണ്ണൻ്റെ കൂടെ ട്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഐ കുഡന്റ് റെസിസ്റ്റ് മൈസെൽഫ് ഫ്രം ഹാവിങ് ഇറ്റ് ദിസ് ടൈം. അത് കഴിഞ്ഞിട്ട് വി സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ് ദ മാർക്കറ്റ്. സ്വെറ്ററുകളും പൂക്കളും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ. എന്നാൽ എന്നെ അട്രാക്ട് ചെയ്തത് ആ മാർക്കറ്റ് തന്നെയായിരുന്നു. അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ആ ഒരു രീതിയും സ്വഭാവവും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എവിടെ പോയാലും ഒരു ടൂറിസ്റ്റ് ആയിട്ടല്ലാതെ ആ ഒരു സ്ഥലത്തെ ആളായിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനുമാണ് ഞാൻ കണ്ണിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളതും ട്രൈ ചെയ്യാറുള്ളതും. And it will help us to understand the places we visit a bit more. അങ്ങനെ അവിടുന്ന് കുറച്ച് സ്വെറ്റർ ഒക്കെ മേടിച്ച് നമ്മൾ ഇനി ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. മൂന്നാറിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് ഈ ടോപ്പ് സ്റ്റേഷൻ. ഓൾമോസ്റ്റ് 1700 meters above the sea level. അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ണൻ്റെ ഫ്രണ്ട് കൂടി ഒരു ബലൂൺ പൊട്ടിക്കുന്ന ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആൻഡ് അനന്തു അത് ക്രാക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഈ കുതിര സവാരി. എന്നെ അതിൽ കയറ്റാൻ ഇവർ കുറേ ട്രൈ ചെയ്തതാണ്. പക്ഷേ പേടിക്കൊണ്ടോ മൃഗസ്നേഹം കൊണ്ടോ പാതി വഴിയിൽ ഞാനത് ഉപേക്ഷിച്ചു. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ചോളമൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ട്രിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റിലേക്കാണ്. മൂന്നാർ വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ചായപ്പൊടി വാങ്ങാതെ പോവാം? നോർമലി നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ക്വാളിറ്റി ഉള്ള ചായപ്പൊടികളും അതുപോലെ പല വെറൈറ്റി ഓഫ് ചായപ്പൊടികളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ടീ ഫാക്ടറിയിൽ പോയി നേരിട്ട് മേടിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇത്തവണ നമുക്കതിന് പറ്റില്ല. അങ്ങനെ അതും വാങ്ങി. ഇനി ഗ്യാപ്പ് റോഡ് കൂടി കണ്ടിട്ട് നമ്മൾ പയ്യെ തിരിച്ചു പോവാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള റോഡുകളിൽ ഒന്നാണ് ഇപ്പം മൂന്നാർ ഗ്യാപ്പ് റോഡ്. 2 സൈഡിലും മലനിരകളും അതിൽ തേയിലത്തോട്ടവും ഒക്കെ ആയിട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ ട്രീറ്റ് ടു അവർ ഐസ്. ലാസ്റ്റ് ടൈം നമ്മൾ ബൈക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ റോഡിലൂടെയുള്ള ബൈക്ക് റൈഡ് വാസ് എ ബിറ്റ് മോർ ഫൺ. എനിവേസ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈവനിങ്, സോ വി ആർ ഗോയിങ് ബാക്ക് ഹോം. വഴിയിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് കൂടി വാങ്ങി. അതും മൂന്നാറിൻ്റെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണല്ലോ. So that's it for the day. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ visit some places along with your parents that they would love to. And please like, share and subscribe to Walk with Divya. Thank you.